മലബാറുകാരുടെ സ്പെഷ്യൽ നോമ്പുതുറ പലഹാരം ഉണ്ടാക്കാം. ഏത്തപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ആവിച്ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഏത്തപ്പഴം വെന്ത് കിട്ടുവേ. ഇനി നമുക്കൊരു 8 മുട്ട വേണം. അതൊരു ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, ഒരു നുള്ളുപ്പ് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടായപ്പം കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചിക്കി വേവിച്ച് വെക്കണേ. ആ സമയം കൊണ്ട് നമ്മുടെ ഏത്തപ്പഴവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് ഉടച്ചെടുക്കണം. കുറച്ചായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടോടെ ഉടച്ചെടുക്കണം. ചൂട് വേണം കേട്ടോ ഉടയ്ക്കാൻ നേരം, അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടത്തില്ലേ. ഉടഞ്ഞ് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഉടച്ചെടുത്ത ഏത്തപ്പഴം ഇതുപോലെ ഓരോ ബൗളുകളായിട്ട് എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൂവിക്കുക കേട്ടോ, എളുപ്പമാവും. എന്നിട്ട് അതിൻ്റെ നടുക്കിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ കായയുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ളത് പൊരിച്ച് ബാക്കിയുള്ള ഇതുപോലൊരു ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എടുത്ത് പൊരിച്ചെടുത്താൽ മതിയേ. ഫ്രീസറിൽ വെക്കണം കേട്ടോ ഇത്. അങ്ങനെ ഇനി തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഓരോ കായടയായിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഒരു നിറമാകുമ്പോൾ അങ്ങ് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടക്കായ ഉണ്ടാക്കത്തില്ലേ, അത് തന്നെയാണ് കേട്ടോ കായടയെന്ന് ഇവർ പറയുന്നത്. നമ്മൾ തേങ്ങയുടെ ഫില്ലിംഗ് കൊണ്ട് ഉണ്ടാക്കുന്നു, ഇവർ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നു.